ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനീഷ് ടോണി. ഓരോ ദിനവും കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഫാം തുടങ്ങാനായിരിക്കും മനസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ഓട്ടോ ടാക്സി വാങ്ങിക്കാനായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചെറിയൊരു ഹോട്ടൽ തുടങ്ങാനായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. അതുമല്ല, നമുക്കൊരു പശുവിനെ വാങ്ങിച്ചിട്ട് അതിലെ പാൽ ഉൽപ്പന്നങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിറ്റുകൊണ്ട് കാശുണ്ടാക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എന്തൊരു തരത്തിലുള്ള ഒരു ലോക്കലായിട്ടുള്ള ബിസിനസ് ആയിക്കൊള്ളട്ടെ, അതിന് നമുക്ക് ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്യാപിറ്റൽ സബ്സിഡിയോട് കൂടി ഈടില്ലാതെ എങ്ങനെ എടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മുടെ ഇടയിൽ പല ആൾക്കാരും പല ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ കയ്യിൽ പൊതുവെ കാശ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഫണ്ട് കൊണ്ടായിരിക്കാം അവർ ബിസിനസ് ചെയ്യുന്നത്. ഇന്നവർ നല്ലൊരു ലെവലിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾ മൊത്തത്തിൽ ഒരു രാജ്യത്തിനെ അല്ലെങ്കിൽ ലോകത്തിലെ ഒരു ലെവൽ എടുത്തു നോക്കിയാൽ ബിസിനസ്സുകാരാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് നല്ലൊരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മളെപ്പോഴും ജോലി ചെയ്യുന്നത് ഒരു മോശം എന്നല്ല പറയുന്നത്. ജോലിക്കാരെക്കാൾ കൂടുതൽ എഫേർട്ട് ബിസിനസ്സുകാർ എടുക്കുന്നുണ്ട്. അത്രയും എഫേർട്ട് എടുക്കുന്നതിന് അവർക്ക് നല്ല രീതിയിൽ റിസൾട്ടും അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ബിസിനസ് എപ്പോഴും നമ്മുടെ ലൈഫിൽ ചെറിയതായിട്ടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. ഈ തൊഴിലില്ലായ്മ കൂടുന്ന സാഹചര്യത്തിൽ ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. മാത്രവുമല്ല, നിങ്ങളൊരു ജോലിക്കാരനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നിലവിൽ ബിസിനസ് ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിൽ ചിലപ്പം സ്ത്രീജനങ്ങളുണ്ടാവും. അത് അമ്മയാവാം, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചേച്ചിയാവും, അല്ലെങ്കിൽ നമ്മുടെ വൈഫാവാം. അങ്ങനെ ആരും ആയിക്കൊള്ളട്ടെ, അവർക്കും വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. ഞാൻ ഈ പറഞ്ഞ ഫാമിൻ്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ വീട്ടിലൊരു പശുവിനെ വാങ്ങിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഇനി എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ബിസിനസ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാമല്ലോ. ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു സംതിങ് റവന്യൂ വരും. അത് നമ്മുടെ വീട്ടിലെ വരുമാനം തന്നെയാണ്. ആ ഒരു വരുമാനം സേവിങ്സിനായി പോയാൽ തന്നെ നമ്മുടെ വരുന്ന ഫ്യൂച്ചറിലേക്ക് അതൊരു വലിയ സമ്പത്ത് തന്നെയായി മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ ബിസിനസ്സിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള ഗവൺമെൻറ് ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ബിസിനസ് സപ്പോർട്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വ്യവസായ വകുപ്പ് വലിയ രീതിയിലുള്ള പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ, ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പദ്ധതി എന്ന് പറഞ്ഞത് PMEGP ആണ്. നിങ്ങൾക്കെല്ലാം നേരത്തെ അറിയുന്ന ഒരു പദ്ധതിയാണ്. നേരത്തെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ PMEGP സ്കീമിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ, ബേസിക് പോലും അറിയാത്ത ആൾക്കാർ, ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, അത് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് കാണുക. ദെൻ ഈ PMEGP 2022 ഒരു 4 അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു മാസമായിട്ടുള്ള അപ്ഡേറ്റാണ്. ആ അപ്ഡേറ്റിലാണ് ഹോട്ടൽ ബിസിനസ്സും, അല്ലെങ്കിൽ ഓട്ടോ ടാക്സിക്കും, അല്ലെങ്കിൽ ഈ ഫാമുകൾക്കും, അല്ലെങ്കിൽ ഈ പശുവിനെ വാങ്ങിച്ചിട്ട് നമ്മൾ പാലുൽപ്പന്നങ്ങൾ വിൽക്കുന്ന പദ്ധതികൾ, ഇനി റീറ്റെയിൽ ബിസിനസ്സും ആയിക്കോട്ടെ, എന്തിനും നമുക്ക് ലോൺ കിട്ടുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ആ ഒരു അപ്ഡേറ്റുകൾ, ആ 4 അപ്ഡേറ്റുകൾ എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. PMEGP സ്കീമിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട, പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമാണ്. 2008 മൻമോഹൻ സർക്കാർ ഇവിടുത്തെ ബിസിനസ് സംരംഭങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പദ്ധതി PMEGP എന്ന പേരിൽ ആവിഷ്കരിക്കുന്നത്. തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു ബൂമിങ് ആ ഒരു സബ്സിഡി സ്കീമിന് ഉണ്ടാവുകയും ഒരുപാട് പേര് ബിസിനസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിവേ, ഈ ഒരു അപ്ഡേറ്റ് വലിയ രീതിയിലുള്ള അപ്ഡേറ്റാണ്. ആ ഒരു നേരത്തെ PMEGP സ്കീം പ്രകാരം 10 ലക്ഷം സർവീസ് സെക്ടറിലും 25 ലക്ഷം വരെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്കും കൊടുക്കുമായിരുന്നു. 15 മുതൽ 35% സബ്സിഡി. എന്നാൽ ഈ പുതിയ അപ്ഡേറ്റിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പദ്ധതിയുടെ അതായത് പ്രൊഡക്ഷൻ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം 50 ലക്ഷം രൂപയും, അതുപോലെ തന്നെ സർവീസ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷം രൂപയും ലോൺ ലഭിക്കും. നേരത്തെ 10 ലക്ഷമായിരുന്നു സർവീസ് സെക്ടർ, ഇപ്പോൾ അത് 20 ലക്ഷം ലഭിക്കും. നേരത്തെ പ്രൊഡക്ഷനിൽ 25 ലക്ഷമായിരുന്നു, ഇപ്പോൾ 50 ലക്ഷം രൂപ ലഭിക്കും. ഇതിന് മുകളിലേക്കും ലഭിക്കും, പക്ഷേ സബ്സിഡി കിട്ടില്ല. അപ്പോൾ ഈ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ 20 to 50 ലക്ഷം ഇതാണ് ലിമിറ്റേഷൻ. അത് ഒന്ന് സർവീസ് സെക്ടറിൽ 20, മാനുഫാക്ചറിങ് സെക്ടറിൽ 50 ലക്ഷം. ഈ ഒരു ഫിഗറിൻ്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വരെ കിട്ടും? 15 മുതൽ 35% വരെ സബ്സിഡി കിട്ടും. എന്തിനെ ബേസ് ചെയ്തുകൊണ്ട്? ഒന്ന്, നിങ്ങളുടെ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയിലാണോ ബിസിനസ് തുടങ്ങുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തത്, നിങ്ങളുടെ കാറ്റഗറി. ആ ഒരു കാറ്റഗറീനെ
ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നാമത്തെ മെയിനായിട്ടുള്ള അപ്ഡേറ്റ്. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗൾട്രി ഫാമുകൾ, കോഴി ഫാമുകളൊക്കെ നമ്മൾ പലരും തുടങ്ങും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പദ്ധതി പ്രകാരം ലോൺ ലഭിക്കും. മാത്രമല്ല ഓട്ടോ ടാക്സികൾ, നമുക്കിപ്പം പല ടൈപ്പ് ടാക്സികൾ മാത്രമല്ല, നമുക്കൊരു ടെമ്പോ ട്രാവലർ വാങ്ങിച്ചിട്ട് നമ്മൾ ഓടിക്കുകയാണ്, നമ്മുടെ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് ഓടിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊരു വരുമാനം, ഡ്രൈവർമാരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓട്ടോ ടാക്സികൾ, ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ, അതുപോലെ തന്നെ ഹോട്ടലുകൾ, വെജിറ്റേറിയൻ ഹോട്ടലുകളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്, അതുപോലെ തന്നെ പശുവിനെ വളർത്തിയിട്ട് പാൽ ഉൽപ്പന്നങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇൻ കേസ് റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്നതിൽ ചെറിയൊരു കണ്ടീഷനുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള PMEGP സ്കീം വഴി ഉള്ള PMEGP യൂണിറ്റുകളുടെ പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ ഖാദിയുടെ പ്രോഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്ന റീറ്റെയിൽ യൂണിറ്റുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു PMEGP സ്കീം ഉപയോഗിക്കാം. അപ്പോൾ വളരെ ബെസ്റ്റാണ്. എല്ലാ നാട്ടിലെ ആൾക്കാർക്കും വേണ്ട ഓട്ടോറിക്ഷ വാങ്ങിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ചെറിയൊരു ഹോട്ടൽ തുടങ്ങാം, ഫാമുകൾ തുടങ്ങാം. അപ്പോൾ എല്ലാ ടൈപ്പും സാധാരണക്കാരനും ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് PMEGP ഉപയോഗിക്കാം എന്നതാണ് ഏറ്റവും വലിയ കാര്യം. PMEGP സ്കീം പ്രകാരം വലിയ സബ്സിഡി കിട്ടും, 15 മുതൽ 35% വരെ സബ്സിഡി കിട്ടും. ഇനി അടുത്തതാണ് മൂന്നാമത്തെ കാര്യം. അവിടെ ചെറിയൊരു കുഴപ്പമുണ്ട്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ EDP ട്രെയിനിങ് ആണ്, സംരംഭത്വ പരിശീലനം. ഞാൻ 2014 ഒന്ന് കംപ്ലീറ്റ് ചെയ്താണ്. വളരെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ്. എല്ലാ ആൾക്കാരും വെറുതെ എങ്കിലും ഒരു EDP ട്രെയിനിങ്ങിന് പങ്കെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ കാരണം അറിയോ, നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, നമ്മുടെ ടൈം മാനേജ്മെൻറ്റ്, നമ്മുടെ ഒരു കസ്റ്റമറോടുള്ള നമ്മുടെ ബിഹേവിയർ, ഇനി ഒരു വ്യക്തിയോടുള്ള ബിഹേവിയർ പോലും നമ്മുടെ എല്ലാം ആ ഒരു 10 ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതിന് 2 ലക്ഷം രൂപ വരെയുള്ള പ്രൊജക്റ്റുകൾക്ക് വേണ്ട, അതിന് മുകളിലുള്ള എല്ലാ പ്രൊജക്റ്റുകൾക്കും ഈ ഒരു EDP ട്രെയിനിങ് മസ്റ്റാണ്, മാൻഡേറ്ററി ആണ്. അതിനെന്തായാലും പോയേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് മൂന്നാമത്തെ അപ്ഡേറ്റ്. ഇനി നാലാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, നിലവിൽ നമ്മൾക്ക് വാണിജ്യ ബാങ്കുകളാണ് നമുക്ക് ലോൺ തരിക. നാഷണലൈസ്ഡ് ബാങ്കുകൾ, അവരാണ് വാണിജ്യ ബാങ്കുകളാണ് തരിക. ഇനി മുതൽ നമ്മുടെ സഹകരണ ബാങ്കുകൾ, നമ്മുടെ ഇടയിൽ ഒരു ചെറിയ കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ടല്ലോ, സഹകരണ ബാങ്കുകൾ, അത്തരത്തിലുള്ള ബാങ്കുകളിൽ നിന്നും ലോൺ കിട്ടും. അപ്പം നാട്ടിൻപുറങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ വാണിജ്യ ബാങ്കുകളൊന്നും അക്കൗണ്ട് ഉണ്ടാവില്ല. അവരെപ്പോഴും വിശ്വസിക്കുക അവരുടെ നാട്ടിലുള്ള സഹകരണ ബാങ്കുകളായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുക്കാം. കാരണം ചിലപ്പോൾ ഈ പൗൾട്രി ഫാമുകളും അതുപോലെ തന്നെ ഈ ഓട്ടോ ടാക്സികൾ വാങ്ങിക്കുന്നത്, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഹോട്ടലുകൾ, അല്ലെങ്കിൽ പശുവിനെ വാങ്ങിച്ചിട്ട് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ വെക്കുന്നൊരു സംവിധാനങ്ങൾ, അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൻപുറത്തായിരിക്കും. അപ്പം ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടൗണിൽ പോകാൻ പറ്റില്ല. അപ്പം നാട്ടിൻപുറത്തുള്ള സഹകരണ ബാങ്കിൽ നിന്ന് തന്നെ നമുക്ക് ലോൺ എടുക്കാനുള്ള സംവിധാനം ഉൾപ്പെടുത്തി എന്നതാണ് വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ നാലാമത്തെ അപ്ഡേറ്റിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് 3 വർഷം മുതൽ 7 വർഷം വരെയാണ് പദ്ധതിയുടെ ഈ ഒരു വായ്പ കാലാവധി. അതിനുള്ളിൽ നിങ്ങൾ അടച്ച് ക്ലോസ് ചെയ്യണം. ഏകദേശം 3 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ യൂണിറ്റ് വന്നിട്ട് ഇതിനൊരു ടീമുണ്ട്, അവർ വന്നിട്ട് അന്വേഷിച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ്, നിങ്ങളുടെ യൂണിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് വരുമാനം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം പെർഫെക്റ്റ് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സബ്സിഡി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ആ 3 വർഷം വരെ നമ്മൾക്കൊരു ലോക്കിൻ പീരീഡ് പോലെ സബ്സിഡി കിടക്കും. പക്ഷേ ലോൺ കിട്ടും, ഈടില്ലാതെ ലോൺ കിട്ടും. ആ 3 വർഷം വരെ ലോക്കിനായിരിക്കും സബ്സിഡിക്ക്. ഇനീഷ്യലിനെ ചിലപ്പോൾ നിങ്ങൾക്ക് സബ്സിഡി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഫേമും കാര്യങ്ങളൊക്കെ അടച്ചുപൂട്ടി പോയെങ്കിലും എന്നുള്ള ഇതുകൊണ്ടാണ് 3 വർഷം വരെ നിങ്ങൾ വർക്ക് ചെയ്ത് കാണിക്കണം എന്ന് ഗവൺമെൻറ് അതിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. അങ്ങനെ പ്രധാനമായിട്ടുള്ള 4 കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. ഒന്നുകൂടി ജസ്റ്റ് ഞാൻ പറയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പദ്ധതിയുടെ എമൗണ്ട് കൂട്ടിയിട്ടുണ്ട്, 20 50 ലക്ഷം ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തത് പൗൾട്രി ഫാമുകൾ, ഹോട്ടലുകൾ, ഓട്ടോ ടാക്സികൾ, ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, പശുവിനെ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും പാലുൽപ്പന്നങ്ങൾ വിൽക്കുന്നത്, റീറ്റെയിൽ സ്റ്റോർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. മൂന്നാമത്തെ കാര്യം സംരംഭത്വ പരിശീലനം മസ്റ്റാണ് 2 ലക്ഷത്തിന് മുകളിലുള്ള പ്രൊജക്റ്റുകൾക്ക്. നാലാമത്തെ സഹകരണ ബാങ്കിൽ നിന്നും നമുക്ക് ഇത്തരത്തിലുള്ള PMEGP സ്കീം വഴിയുള്ള ലോൺ എടുക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. PMEGP എന്ന് പറഞ്ഞത് നെക്സ്റ്റ് ലെവലിലേക്ക് 2022 പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി PMEGPയിൽ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ഞാൻ ആ പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു കാര്യം പറയാം. നേരെ ജില്ലാ വ്യവസായ ഓഫീസറിനെയോ താലൂക്ക് വ്യവസായ ഓഫീസറിനെയോ നിങ്ങളൊന്ന് മീറ്റ് ചെയ്യുക. അദ്ദേഹം അതിനുള്ള റൂട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം എന്താണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും അവർ അപ്ഡേറ്റ് അറിയിക്കുന്നതാണ്. അപ്പോൾ സംശയങ്ങൾക്ക് നിങ്ങളുടെ താലൂക്ക് വ്യവസായ ഓഫീസ് ഓർ ജില്ലാ വ്യവസായ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. നിങ്ങൾക്ക് നമ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കോൺടാക്റ്റ് നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, നേരിട്ട് കോൺടാക്ട് ചെയ്യാം. എന്തായാലും ഇതിൻ്റെ പ്രോജക്റ്റ് ഒരു പ്രിപ്പറേഷൻ വരുന്നുണ്ട്. പലരും അതുമായി ബന്ധപ്പെട്ട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും അത് ഉൾപ്പെടുത്താം. അപ്പോൾ അത് ആവശ്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ PMEGPയുടെ പുതിയ അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത്. നിങ്ങളുടെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് ഈ നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ തൊഴിലില്ലായ്മ എന്നുള്ള ഏറ്റവും
ഏറ്റവും വലിയൊരു പ്രശ്നം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് സഹായിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മസ്റ്റായിട്ടും എല്ലാവരും ശ്രമിക്കുക. സോ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് ടോണി സൈനിങ് ഓഫ്. ബൈ.